ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞാനൊരു പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വേറൊന്നുമല്ല, ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ്, ഇൻഫ്ലുവൻസേഴ്സിന്റെ ക്രിക്കറ്റ് ടൂർണമെന്റ്, ICC ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ചലഞ്ചാണിത്. കാരണം ഒരു ടീമിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇതൊരു സിംഗിൾ ധമാക്ക മാച്ചാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മിഡിലർ ബാറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. ബാറ്റിന്റെ മിഡിൽ ഏജ് നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒരു ബാറ്റ് ഉണ്ട് സംഭവം. അതിലാണ് നമ്മൾ കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചലഞ്ച് ഗെയിം വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷനുണ്ട്. 16 ഇൻഫ്ലുവൻസേഴ്സിനെ സെറ്റ് ചെയ്ത് അപ്പോൾ അതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളിന്ന് പോവുകയാണ്. ഫ്ലക്സ് അടിക്കണം, ട്രോഫി മേടിക്കണം, ബാറ്റ് മേടിക്കണം, പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളും, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. ഇപ്പൊ രാവിലെ തന്നെ ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ തുടങ്ങാല്ലേ? സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാറ്റ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡെക്കത്തലോണിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി ബാറ്റ് എടുക്കാം ഗൈസ്. ഞാൻ ഫ്ലക്സിന്റെ ബാറ്റ് ഇവിടെയാണ് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സാധനം ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോൾ അടുത്തിനി വേറെ സ്പോർട്സ് കടയിൽ പോയി നമുക്ക് സാധനം ഉണ്ടാകും നോക്കിയിട്ട് മേടിക്കാം ഗൈസ്. അപ്പോൾ അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ട്രോഫി, വിജയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ട്രോഫി, ഫസ്റ്റിനും റണ്ണറപ്പിനും കൊടുക്കാനുള്ള ട്രോഫിയാണ് നമ്മൾ മേടിക്കാനായിട്ട് മുകളിലോട്ട് പോകും. ഇത് നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് സ്പോർട്സ് സിറ്റി ട്രിവാൻഡ്രം ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു ട്രോഫി നമ്മൾ സെലക്ട് ചെയ്തു. ഇത് റണ്ണറപ്പിന്. ഈ 2 ട്രോഫിയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാത്ത വൗച്ചേഴ്സും കാര്യങ്ങളുണ്ട്, അത് വഴി ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ മെഡലും കൂടി മേടിച്ചിട്ടുണ്ട്. അതായത് ഓരോ കളിയും കളിച്ച് തോക്കുന്നവർക്ക് കൊടുക്കാനായിട്ട്. നമ്മൾ ആരും വിഷമിക്കാൻ പാടില്ല, പാർട്ടിസിപ്പേഷൻ ആണല്ലോ എല്ലാം. അപ്പോൾ കളിക്കുന്ന എല്ലാവർക്കും നമ്മൾ മെഡലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിന്റെ ടാഗ് കൂടി നമുക്ക് ഇതിനടുത്ത് പ്രിന്റ് ചെയ്യണം. ഇനി നേരെ നമുക്ക് അങ്ങോട്ട് വേണം പോകാം. ബാറ്റ് മേടിക്കാനായിട്ട് നമ്മളെ പുളിമൂടുള്ള എല്ലാ സ്പോർട്സ് കടയിലും വന്നു. സാധനം അവൈലബിൾ അല്ല. കാരണം അവർ പറയുന്നത് അതെടുത്ത് വെച്ചാൽ പോകത്തില്ല, വിറ്റ് പോകത്തില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും ഇല്ല. അപ്പൊ ഡെക്കത്തലോണിലാണ് ഞാൻ ബാറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ബാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 3-4 വിരലിന്റെ 3.5 വിരല് ആ ഒരു സൈസേ വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു ബാറ്റിലാണ് ഞാൻ ചലഞ്ച് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഡെക്കത്തലോണിലാണ് ഞാൻ ആ ബാറ്റ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അവിടെ ഇപ്പം ഇല്ല. എന്റെ ഒരു കൂട്ടുകാരൻ്റെ ഡെക്കത്തലോന്ന് മേടിച്ച മിഡിൽ ചെയ്യുന്ന ബാറ്റ് ഉണ്ട്. മിഡിൽ ചെയ്യുന്ന ബാറ്റ് എന്നല്ല അതിന് പറയുന്ന മിഡിലർ ബാറ്റ് എന്നാണ് സംഭവം പറയുന്നത്. അത് ഏകദേശം വീതി കുറവാണ്. നമുക്ക് കറക്റ്റ് വാച്ച് ചെയ്ത് കളിക്കാനായിട്ടാണ് ആ ഒരു ബാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവന്റെ ആ ബാറ്റ് ഉണ്ട്. അപ്പോൾ അവൻ വൈകിട്ട് വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യം, ഇല്ലെങ്കിൽ എന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോയനെ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഏകദേശം പർച്ചേസ് കഴിഞ്ഞിട്ട് ടൂർണമെന്റിന്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ടൂർണമെന്റിനെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് ഏതാണ് എവിടെ തുടങ്ങണം എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് കൊടുക്കാൻ, ഇത് റണ്ണറപ്പ് ആവുന്നവർക്ക്, പിന്നെ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് നമ്മളെ ആഷസ് ലുലു സ്പോൺസർ ചെയ്യുന്ന ഒരു ബാറ്റ് ഉണ്ടാവും. ഫസ്റ്റ് കിട്ടുന്ന ആക്കുണ്ട്, സെക്കൻഡ് കിട്ടുന്ന ആക്കുണ്ട്. അപ്പൊ ഈ ബാറ്റ് സത്യം പറഞ്ഞാൽ ഒരു ഷോപ്പിൽ പോയാലും കിട്ടില്ല. നിങ്ങൾക്ക് ലുലു മോളില് ലുലു ഫാഷനിൽ സ്പോർട്സിന്റെ ഏരിയ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഫസ്റ്റ് കിട്ടുന്ന ആക്കും സെക്കൻഡ് കിട്ടുന്ന ആക്കും ആഷസിന്റെ ബാറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കളിക്കുന്ന ബോള്, ടൂർണമെന്റിന് കളിക്കുന്ന ബോൾ എന്ന് പറഞ്ഞാൽ ആഷസ് ഡിലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇതിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബാറ്റിൽ എല്ലാവരും എങ്ങനെ പോയാലും കൊള്ളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളുടെ മെയിൻ ബാറ്റ് ഇതാണ്. ഇതിലാണ് നമ്മൾ മാച്ച് ടൂർണമെന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ചലഞ്ച് ഗെയിമാണ്. ഈ ബാറ്റ് ഉണ്ടല്ല ഡെക്കത്തലോണിൽ പോലും ഇപ്പൊ ഇല്ല. കഷ്ടപ്പെട്ടാണ് കൂട്ടുകാരൻ്റെ പോയി മേടിച്ചോണ്ടിരുന്നത്. അവൻ കളിച്ചോണ്ടിരുന്ന ബാറ്റാണ് കേട്ടോ. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ അത്രയും വാച്ച് ചെയ്ത് കളിച്ചാൽ മാത്രമേ നമുക്ക് മിഡിൽ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ബാറ്റിന്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് മിഡിൽ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാറ്റാണ്. മിഡിലർ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഇതിലാണ് നമ്മൾ കളിക്കേണ്ടത് ഗൈസ്. ഇപ്പൊ നോർമൽ ബാറ്റും ഇത് തമ്മിലുള്ള നല്ല വീതി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് ഒരു കണ്ടോ, നോർമൽ ബാറ്റിൽ നിന്നും എൻ്റെ ഒരു 2 വിരല് വീതി കുറവുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നല്ലപോലെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് 6 അടിക്കുന്ന ഏതൊരു പ്ലെയറിനും ഈ ബാറ്റിൽ ചുമ്മാ അടിക്കാം. ചുമ്മാ കണ്ണും പൂട്ടി വെട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ സാധനത്തിൽ കൊള്ളത്തില്ല. ഇത്രയ്ക്ക് വാച്ച് ചെയ്ത് കളിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ കൊള്ളിക്കാൻ പറ്റൂ. ഇതാണ് ചലഞ്ച്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1v1 ആണ്. അപ്പൊ ഫീൽഡേഴ്സ് ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെ ചെറുതായിട്ട് തട്ടിയാലും 4 പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മെഡൽ ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പോൺസേഴ്സായ ക്രിപ്റ്റോക്സ്. അവരുടെ ഇതും പുറകിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടാഗ് ഉണ്ട്. ഇതിന്റെ ടാഗ് ഇനിയിപ്പോ ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ കേട്ടോ. ജേഴ്സി ഉണ്ട് കേട്ടോ. 16 പ്ലേയേഴ്സിനും 16 കളർ ജേഴ്സി ഉണ്ട്. അതായത് ഒരു മോഡലായിരിക്കും, ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. അതായത് ബ്ലാക്കും പിന്നെ ഇവിടുത്തെ ഒരു ഡിസൈനിൽ റെഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്ലെയറിന് അത് വേറൊരു കളർ ആയിരിക്കും. അപ്പൊ അത് അത്യാവശ്യം നല്ല അടിപൊളി. നമ്മുടെ കഴക്കൂട്ടത്തുള്ള UD-യിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് വ്യാഴാഴ്ച വരത്തുള്ളൂ. അപ്പൊ വ്യാഴാഴ്ച പോയി ജേഴ്സിയും കൂടി എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ അതിന്റെ ഗൈസ്. അപ്പോൾ നമ്മളുടെ ടൂർണമെന്റിന് വേണ്ടിയിട്ടുള്ള ജേഴ്സി റെഡി ആയിട്ട് നമ്മുടെ UD-യിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് നേരെ UD-യിലോട്ട് നമ്മൾ പോവാണ്. ഇതുപോലത്തെ നമ്മൾ 16 ജേഴ്സിയാണ് ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി അടിച്ചത്. പല കളറില്, പല നിറത്തിൽ. മോഡലൊക്കെ ഒന്നായിരിക്കും, പല നിറത്തിൽ. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ഇവ മാത്രമേ ഇവനെ സെലക്ട് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ റെഡ് റേഞ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റെഡ് അടിച്ച് ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റെഡ്
ഞാൻ എടുത്ത് ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ഓ മെറ്റീരിയൽ നൈസ് കേട്ടോ, നല്ല മെറ്റീരിയൽ. ക്രിപ്പ് സ്റ്റോക്സ്, നമുക്ക് ജേഴ്സി കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ട്. ഒന്ന് ക്രിപ്പ് സ്റ്റോക്സ് ആൻഡ് യുഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ ജേഴ്സി ഷോപ്പാണ്. പിന്നെ ചിക്കി വോക്ക് പരുത്തിപ്പാറ, പോപ്പുലർ ഫാം ഹൗസ് ബാലരാമടുത്താണ്, ആൻഡ് ഹസ്ത വെൽനസ്. എങ്ങനെയുണ്ട് ജേഴ്സി? കൊള്ളാം ഗൈസ്, നല്ല മെറ്റീരിയൽ. പക്ഷെ കളിക്കണവർക്ക് മാത്രമേ അവർ അടിച്ചുള്ളൂ, കളിക്കാത്ത പ്രോത്സാഹിപ്പിക്കാൻ വേണം നമുക്കൊന്നും അടിച്ചില്ല. അങ്ങനെയൊക്കെ എടുത്ത കമ്പനി പൂട്ടി പോടാ. അങ്ങനെ ഗൈസ് നമ്മളൊരു 16 കളർ ഉണ്ട് കേട്ടോ. മഞ്ഞ, ഇത് ഡാർക്ക് മഞ്ഞ, നീല, ഇതൊരു പർപ്പിൾ കളർ. പർപ്പിളാ? അത് നീല. അത് ബ്ലൂ. ഇത് വേറെ ബ്ലൂ ഗൈസ്. മൂന്ന് ഷെയ്ഡാണ് ഗൈസ്. നമുക്ക് അതിന് ഓരോ കളറിന് പേരുണ്ട്. റെഡ്, അനീഷിന് പച്ചയാണടാ, അനീഷിന് ഗ്രീൻ ആണ്. ഗ്രീൻ റേഞ്ചർ ആണ് അനീഷ്. എമറാൾഡ് ഗ്രീൻ. ഇല്ല, ഇത് എമറാൾഡ് ഗ്രീൻ അല്ല, പിസ്ത ഗ്രീൻ. ഇത് യെല്ലോടെ വേറെ മഞ്ഞ, ലൈറ്റ് മഞ്ഞ. ബ്രൗൺ, ഇത് മെറൂൺ. വൈറ്റും ബ്ലാക്കും. വൈറ്റ്. ഇത് പർപ്പിൾ. എന്റെ ഉണ്ട് റെഡ് റേഞ്ച്. റെഡ് റേഞ്ച് റെഡ് ആട്ടാ. യാത്ര ചെയ്തിട്ടുണ്ട്. എന്താ റിസൾട്ട് വേണ്ട റോട്ടിൽ. അത്രയ്ക്കൊന്നുമില്ല, അത്രയ്ക്ക് വിടാതാ. ഇത് ഇന്ത്യയുടെ, ഇത് ഇന്ത്യൻ പതാകയുടെ കളറാണ്. അനീഷ് രാജ്യസ്നേഹം ഏറ്റവും കൂടുതൽ. വെള്ള ഓറഞ്ചോടെ ഇന്ത്യയുടെ പതാക. മെറ്റീരിയൽ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. ഇത് ഇട്ടാ തന്നെ വിജയ്ക്ക് നല്ല സുഖമായിരിക്കും. നല്ല സുഖം. നമ്മള് നേരത്തെ അടിച്ച ജേഴ്സിയോടെ ഉണ്ട് നമ്മളിവിടെ അതെ സെയിം മെറ്റീരിയൽ ആണ് കേട്ടോ. സെയിം മെറ്റീരിയൽ. ഇത് ഞാൻ മിക്കടുത്ത് ഇട്ടോണ്ട് പോകും. നല്ല സുഖമാണ് ഇട്ടോണ്ട് പോയി. ബ്രാൻഡിങ്ങും കാണും. സൂപ്പർ ഹീറോ. ഇവിടെ നമ്മൾ ആരെയാണ് വാങ്ങിച്ചത് നിങ്ങൾ കറക്റ്റ് ഉത്തരം പറഞ്ഞ പ്രൈസ് മണി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ടൂർണമെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, A to Z കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് 5 സ്പോൺസേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ അവർക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഞാൻ ഈ ഒരു ചെറിയ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ അവർ ചെറുതായിട്ട് സ്പോൺസറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചലഞ്ച് വിജയിക്കുന്ന ആൾക്ക് 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ടാവും. അത് സ്പോൺസർ ചെയ്തിരുന്ന ക്രിപ്പ് സ്റ്റോക്സ് ആണ്. അതുപോലെ തന്നെ ആഷസിന്റെ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാവും, അത് സ്പോൺസർ ചെയ്ത ആഷസ് ലുലു ആണ്. അടുത്ത് 10,000 രൂപയുടെ വൗച്ചർ, അത് ഹസ്ത വെൽനസ് എന്ന് പറഞ്ഞൊരു ടീമാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. പിന്നെ ട്രോഫി, വിജയിക്കുള്ള ട്രോഫി നമ്മുടെ സ്പോർട്സ് സിറ്റി ആണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. ഇനി റണ്ണറപ്പിന് വരുമ്പോഴത്തേക്ക് 5,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ഉണ്ടാവും, അത് നമ്മൾ ക്രിപ്പ് സ്റ്റോക്സ് തന്നെയാണ്. പിന്നെ 5,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നമ്മുടെ ഹസ്ത വെൽനസ്. പിന്നെ ആഷസിന്റെ ബാറ്റ് ഉണ്ടാവും, ആഷസ് ലുലു ആണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. ട്രോഫി നമ്മുടെ സ്പോർട്സ് സിറ്റിയാണ്. അപ്പോൾ ഈ കളി ഒരു കിടിലൻ കളിയാണ്. അപ്പോൾ നമ്മുടെ 16 ഇൻഫ്ലുവൻസേഴ്സ് ആരാണെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഒരു കിടിലൻ കളിയായിരിക്കും ഇത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഒരു ചലഞ്ച് തന്നെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പൊളിക്കും ഗൈസ്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. അപ്പോൾ ബൈ ഗൈസ്.